ഫിസിക്സ് എക്സാം എഴുതാൻ പോകുന്ന SLC കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സൗണ്ട് വേർഡ്സ് ആണ്. സൗണ്ട് വേർഡ്സിലെ ന്യൂമറിക്കൽസ് ഒരുപാട് ചോദിക്കുന്നതാണ്. ഫ്രീക്വൻസി, ടൈം പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെന്ത് ആ സെക്ഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എക്കോ ആണ് മിക്ക കുട്ടികൾക്കും തെറ്റുന്ന ഒരു സെക്ഷൻ. അപ്പൊ എക്കോ ആണോ നേരത്തെ ഡിസ്റ്റൻസ് നിങ്ങൾ 2D ആക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലെൻസസ് ചാപ്റ്റർ ആണുള്ളത്. അതിൽ നമ്മുടെ റേ ഡയഗ്രം കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. റേ ഡയഗ്രം വരയ്ക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഓരോ പൊസിഷനും വരുമ്പോൾ അതിന്റെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ലെൻസ് ഇക്വേഷൻ ഉണ്ട്. ലെൻസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷൻ റൂൾ ഉണ്ടല്ലോ, അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാവുള്ളൂ. പിന്നെ മാഗ്നിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ നമ്മുടെ കളർഫുൾ വേൾഡ് ആ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഡിസ്പേർഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡിസ്പേർഷന്റെ കാര്യത്തിൽ നമ്മുടെ പ്രസത്തിൽ കൂടെ ലൈറ്റ് റേസ് കടന്നു പോകുമ്പോൾ പ്രസത്തിന്റെ താഴെ ഭാഗത്ത് ഏത് കളറാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, ലെസ് ഡീവിയേഷൻ ഏതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. റെയിൻബോയുടെ കാരണം, റെയിൻബോ ഉണ്ടാകാനുള്ള കാരണം ഡിസ്പേർഷൻ ആണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തുക കേട്ടോ, കൃത്യമായിട്ട് കവർ ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. എന്നിട്ടുള്ളൂ നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് വേണം കാര്യങ്ങൾ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ലാസ്റ്റ് നിങ്ങൾ റിസൾട്ട് എഴുതുമ്പോൾ യൂണിറ്റ് മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക.